ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചായക്കുള്ള കടി ഉണ്ടാക്കാനാണ് കേട്ടോ. ഞാൻ മറ്റേ മീനിന്റെ ഇതുണ്ടാക്കില്ലേ, മീൻ കറി ഉണ്ടാക്കില്ലേ, അപ്പോൾ തൊട്ട് അമ്മ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നീ ഇനി ഫുള്ള് അടുക്കള ഭരണം ഏറ്റെടുത്തതാണ്. അങ്ങനെ ഇന്ന് ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തേങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോവാണ്. വീട്ടിൽ അമ്മയൊന്നും ഇല്ല, അമ്മ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ള് പണിയും ഇതൊക്കെ കടിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ്. എങ്ങനെ ഉണ്ടാകുന്ന അറിയില്ല, എന്തായാലും ഉണ്ടാക്കാം. അതിനായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ ചെത്തിക്കളയണം. എനിക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്, അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് എന്താവണം, കഴുകണം. 3 തവണയാണ് കഴുകാൻ. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. കഴുകിയിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെടിയൊക്കെ നന്നായിട്ട് എന്താവണം, പോകണം. അച്ഛൻ വരുമ്പോഴത്തേക്ക് എന്താവണം, ഇത് ഉണ്ടാക്കണം. അച്ഛൻ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും കൂടിയിട്ട് സർപ്രൈസ് കൊടുക്കാനാണ്. പിന്നെ അച്ഛന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛന് ഇത് ഭയങ്കര ജീവനാണ് സത്യത്തിൽ. അപ്പോൾ ഇത് അച്ഛനുണ്ടാക്കിയിട്ട് കൊടുക്കണം. ഇത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വേവിച്ചിട്ട് കടലമാവിലൊക്കെ ഇട്ട് മുക്കി എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടാണ് എന്താവുക, മറ്റേ സാധനത്തിൽ എന്താ ഉള്ളില തേങ്ങാ ചമ്മന്തിയിലിട്ട് കഴിക്കുക. എണ്ണയിലുള്ള പരിപാടി എനിക്ക് പറ്റില്ല, കാരണം ഒരട്ട കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇത് പുഴുങ്ങാൻ പോവുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പൊക്കത്ത് നിൽക്കണം കേട്ടോ, ഈ കിഴങ്ങിൻ്റെ പൊക്കത്ത് നിൽക്കണം വെള്ളം, അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇത് ഒറ്റ വിസിലാകുമ്പോൾ തന്നെ നമ്മൾ എന്താവണം, എടുത്ത് മാറ്റണം. എനിക്ക് നന്നായിട്ട് എന്താവും. നമുക്കിനി ഇത് ഗ്യാസ് കത്തിച്ചിട്ട് വെക്കാട്ടോ. ഉണക്കിയിട്ടില്ല, ഗ്യാസ് എത്തിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ പക്കത്തേക്ക് എടുത്തേക്കാം. എന്നിട്ട് ഒരു വിസിലാകുമ്പോൾ നമുക്ക് എന്താവാം, ഓഫാക്കി എടുത്തേക്കാം. ഇല്ലെങ്കിൽ എന്താവും, ഇത് വെന്തു. ഓക്കെ, അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താവാം, ഇത് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റാം. ഇനി നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടത് മുളക് വേണം. കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് മുളക് എടുത്തത്, ഈ മുളക് എടുത്തത്. പിന്നെ തേങ്ങ വേണം, കുറച്ച് ചമ്മന്തി നമുക്ക് വേണ്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി വേണം. പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടി വേണം. ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. താഴെ പോവാണ്ട് ഇടണേ. അമ്മ വന്നിട്ടുണ്ട്, അച്ഛൻ വന്നിട്ടില്ല, അച്ഛൻ വരുന്നതേ ഉള്ളൂ. അമ്മ വന്നു. ഇനി നമുക്ക് ഇത് എന്താവാം, അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് എന്താവട്ടെ, അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മളുടെ കുക്കർ തുറക്കട്ടെ. കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താവാം, തുറക്കാം. ഇനി എന്താവാ, നമുക്ക് ഓരോന്നെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കൈ കൊള്ളാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സാവധാനം ടൈം എടുത്ത് ചെയ്താൽ മതി, ഇത് കൈയൊക്കെ കൊള്ളും. അമ്മ അച്ഛനൊക്കെ പണി ഇട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക ചായക്ക്. പിന്നെ അവരുടെ പണി കുറച്ച് കൊടുക്കുക, അതായത് വീട്ടിലത്തെ പണി ഒന്ന് പാത്രം കഴുകുക, അടിച്ചു വരിക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവർക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാവില്ലേ. അത് കാണാനാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, അതായത് അവരെ സങ്കടപ്പെടുത്തരുത്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ചമ്മന്തിയിൽ ഇങ്ങനെ കൂട്ടി പിന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ബൈ.